പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കുകയായിരുന്നു. നേരത്തെ അറിയിപ്പിൽ പറഞ്ഞ പോലെ 9 സാക്ഷി ദിവസമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇപ്പോഴ് ഉദ്യോഗസ്ഥന്മാർക്കും ലീവ് കിട്ടാത്തവർക്കും വേണ്ടിയാണ് സെക്കൻഡ് സാറ്റർഡേയിലും ഇപ്പോഴാരാധന, ദിവ്യകാരുണ്യ ആരാധന ഉടമ്പടി ധ്യാന ദിവസമാക്കി മാറ്റിയിരിക്കുന്നത്. അങ്ങനെ 9 ദിവസങ്ങൾ നമുക്ക് സാക്ഷ്യങ്ങൾ കിട്ടും. ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സത്യം, അവരെന്ത് ഒരു സ്റ്റോറി പോലെ അവരുടെ ദൈവാനുഭവങ്ങൾ പറയണത്. സാധാരണ സാക്ഷ്യങ്ങളെ പോലെയല്ല. നമുക്കറിയാം, ആൾക്കാരെ കയറി നിൽക്കുമ്പോൾ ഇവർക്ക് ഇവർ ഭയങ്കര അധികം സംസാരിക്കാത്ത സഭാകമ്പം ഉള്ളവരാണെങ്കിൽ പോലും സാക്ഷ്യ സമയത്ത് ഇവർക്ക് എന്നാ ഒരു പ്രത്യേക അഭിഷേകമാണ്. ഇവരുടെ ഭാഷകൾ ചേഞ്ച് ആവുന്നു. അതുപോലെ തന്നെ ഇവരുടെ ആക്സെൻ്റ്, എക്സ്പ്രഷൻസ്, അത് അവതരിപ്പിക്കുന്ന രീതികളെല്ലാം ഇങ്ങനെ ദൈവം ഏറ്റെടുക്കുന്ന പോലെയാണ്. അവർക്ക് തന്നെ അറിയാം ശരിക്കും എങ്ങനെ ഞാനിതൊക്കെ പറഞ്ഞതെന്ന് തന്നെ ഓർക്കും. അത്രയും ചിട്ടയായിട്ടാണ് എന്താണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു കൊള്ളേണ്ടതെന്ന് വളരെ ഉന്നം പിടിച്ച് പരിശുദ്ധാത്മാവ് ഇവരുടെ കൂടെ നിന്ന് പറയണ പോലെയാണ് സാക്ഷ്യങ്ങളുടെ പോക്ക്. അപ്പോൾ സാക്ഷ്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങളെല്ലാം എന്താണ്? സ്ഥിരീകരണമാണ്, അല്ലേ? സാക്ഷ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ഥിരീകരണമാണ്. ദൈവമായ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും സാക്ഷ്യങ്ങൾ കൊണ്ടവരെ, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടവരെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതാണ് വചനം. മർക്കോസിൻ്റെ സുവിശേഷം 16:20. മർക്കോസ് 16:20. അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചുവെന്ന്. എന്തിൻ്റെ സ്ഥിരീകരണമാണ് നടക്കുന്നത്? ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ് അടയാളങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്ത മക്കൾക്ക്, നിങ്ങൾക്ക് അപ്പോഴെന്നാ വരേണ്ടത്? വിശ്വാസം വേണം, പ്രത്യാശയും വേണം. എന്താണ്? ഈ സാക്ഷ്യം പറയുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ കർത്താവ് എനിക്കും അടയാളം തരും. എന്താ കാരണം? ഇനി ഇപ്പം നീ ക്ഷീണമായി കിടന്ന്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു, നിൻ്റെ 2-3 ദിവസത്തെ പ്രാർത്ഥന മുടങ്ങിപ്പോയി, അവിചാരിതമായി മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളാൽ നമ്മുടെ ചില സമയത്ത് നമുക്ക് ഉടമ്പടി മുടങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾ മനസ്സ് ഡൗൺ ആകേണ്ട കാര്യമില്ല. എന്താ? അത് മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളല്ലേ? എന്താ? അപ്പോഴ് നമ്മൾ അവിശ്വസ്തമായിരുന്നാലും ഉടമ്പടിയുടെ എഗ്രിമെൻ്റ് എന്താണ്? ദൈവം വിശ്വസ്തനായിരിക്കും. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയത് വചനം. എന്താണ്? 2 തിമോത്തി 2:13. 2 തിമോത്തി 2:13. നിങ്ങൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായി. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രാർത്ഥന മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങൾ ആ സമയം തെറ്റിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും മക്കളെ മനഃപൂർവ്വമാകാതിരുന്നാൽ മതി. കാരണങ്ങൾ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യമില്ലാത്ത ഒരു ടെൻഷനും വേണ്ട. അപ്പം നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം, അല്ലാതെ നിങ്ങളൊരു പ്രാർത്ഥന മുടങ്ങിപ്പോയത് കൊണ്ടാണ് എൻ്റെ അനുഗ്രഹം താമസിക്കണമെന്ന് ചിന്തിക്കണത് ദൈവവചനത്തിന് അനുകൂലമല്ല. കാര്യം എന്താ? 2 തിമോത്തി 2:13 എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തനായിരുന്നാലും, പറഞ്ഞേ, അവൻ വിശ്വസ്തനായി തുടരും. എന്തുകൊണ്ടാണ് അവൻ വിശ്വസ്തനായി തുടരുന്നത് ഉടമ്പടിക്ക്? കാരണം തന്നെ നിഷേധിക്കുവാൻ അവന് കഴിയത്തില്ലെന്ന്. കാര്യം എന്താണ്? ദൈവ സ്വഭാവത്തിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം ഈ ഉടമ്പടി വരുന്നൊരു ഗുണം,
ഇപ്പോൾ ഇതൊരു മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളല്ല. ഇപ്പം നോക്കിയേ, ഈശോ തന്നെ വന്നു അല്ലേ? അപ്പോഴും ഉടമ്പടി എന്നുള്ള ആ പദ്ധതി ഈശോ മാറ്റണില്ല. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒരെണ്ണം കൂടി ഈശോ കൂട്ടിച്ചേർത്ത്, എന്താണ്? പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പരിഹാരത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ മരണത്തെ, പാപത്തിന് പരിഹാരമായുള്ള മരണത്തെ പ്രഖ്യാപിക്കുകയും പാപത്തിന് പരിഹാരമായി അവൻ അനുസരണപ്പെട്ട് മരിച്ച് പരിഹാരം ചെയ്തപ്പോൾ ദൈവം അവനെ അത്യധികം ഉയർത്തിയ ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കും പങ്കാളിത്തം ലഭിക്കും. അങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. കർത്താവിൻ്റെ കാലം വന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം കൂടി ദൈവം കൂട്ടിച്ചേർത്ത്. എന്താ കൂട്ടിച്ചേർത്തത്? എന്നിൽ വിശ്വസിക്കുന്നവനും മരിച്ചാലും ജീവിക്കും. കൈ അടിച്ച് കർത്താവ് ദൈവമേ, അങ്ങയുടെ അഭിഷേക വചനത്തെ, അങ്ങ് നൽകിയ വാഗ്ദാനത്തെ കർത്താവേ നന്ദിയോടെ ഓർക്കുന്ന കർത്താവേ, നമ്മളിൽ നൽകുന്ന ആത്മീയ ശക്തീകരണത്തെ നന്ദിയോടെ ഓർക്കുന്ന 11:25 യോഹന്നാന്റെ സുവിശേഷം 11:25. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും മരിച്ചാലും ജീവിക്കും. എന്നിട്ട് ഈശോ ചോദിച്ച്, നീ ഇത് വിശ്വസിക്കുന്നുവോ? ആരോടാ ചോദിച്ചത്? മാർത്തായോട് അല്ലേ? നീ ഇത് വിശ്വസിക്കുന്നുവോ? അപ്പോൾ എന്താണ് മനുഷ്യരെ ആശയ്ക്ക് വേണ്ടി മാർത്ത ദൈവത്തോട് സംസാരിച്ചത്? യെസ് മൈ ലോർഡ് എന്നാണ് പറഞ്ഞത്. ഉപകർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കണത്? അങ്ങ് പറഞ്ഞേ, ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിക്കുന്നവൻ എന്താണ് വിശ്വസിക്കേണ്ടത്? മിശിഹായാണെന്ന് വിശ്വസിക്കണം. മിശിഹായാണെന്ന് വിശ്വസിക്കുമ്പോഴേ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പോൾ ഒരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? എനിക്ക് പ്രയാസമുണ്ടായപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു വചനം വന്ന് എന്താണ് പറഞ്ഞത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്കൊരു ഡൈക്കോട്ടമി വന്നപ്പോൾ, ഒരു കൺഫ്യൂഷൻ അല്ലേ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വചനം വന്നു. അതാണ് സാക്ഷ്യം പറഞ്ഞത്. ആ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതാ സാക്ഷ്യപ്പെടുന്ന അവർക്ക് പോലും അറിയത്തില്ല അവരെന്നാ പറയണമെന്ന്. പരിശുദ്ധാത്മ അവരിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ഒരു ഡൈക്കോട്ടമി, ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ, ഒരു സംശയം വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു വചനം വന്നു. എന്താണ് വചനം വന്നത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഈ വചനം നമ്മൾ ഉടമ്പടി പ്രകാരം ഒന്നെങ്കിൽ 30 വചനം എടുത്തിട്ട് അരമണിക്കൂർ വായിക്കും ആവർത്തിച്ച്, അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ രീതി അനുസരിച്ചിട്ട് വായിക്കും. എന്തിനെങ്ങനെ വായിക്കണത്? ഇതുപോലെ തക്ക സമയത്ത് അറിവ് തരാൻ വേണ്ടിയാണ്. തക്ക സമയത്ത് അറിവ്. 2 കാര്യം ഈശോ പറയും. എന്താണ്? നീ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിച്ച് ഉറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. നീ എന്താണ് പറയേണ്ടതെന്ന് തക്ക സമയത്ത് നിനക്ക് അറിവ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ലൂക്ക 12:7 തൊട്ട് 12 വരെയുള്ള തിരുവചനങ്ങളില്ലേ, തക്ക സമയത്ത് അറിവ് തരും. ഈ തക്ക സമയത്ത് അറിവ് തരാൻ നമ്മളെ സഹായിക്കണത് എന്താണ്? വചനവായനയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ ആ വചനം കിടന്നാൽ മാത്രമേ. പരിശുദ്ധാത്മാവിൻ്റെ റോൾ എന്താ? അത് അനുസ്മരിപ്പിച്ച് തരികയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം 14:26 യോഹന്നാന്റെ സുവിശേഷം, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, രോഗദുരിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കർത്താവേ, അങ്ങ് വചനാഭിഷേകത്താൽ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത്
പ്രബോധനം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഏവരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ വചനം വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കണം. എന്നിട്ട് നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ ഈ വചനമൊക്കെ തക്ക സമയത്ത് എനിക്ക് ഓർപ്പിച്ച് കിട്ടാനുള്ള പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനങ്ങള്, ഞാൻ വായിക്കുന്ന വചനങ്ങള് ലൂക്ക 12:12 അനുസരിച്ച് തക്ക സമയത്ത് യോഹന്നാൻ 14:26 അനുസരിച്ച് അനുസ്മരിച്ചു കിട്ടാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം തക്ക സമയത്ത് വേണ്ടതുപോലെ അപ്പം ആ മകളുടെ കൺഫ്യൂഷനിൽ പരിശുദ്ധാത്മാവ് എന്താണ് അനുസ്മരിപ്പിച്ച് കൊടുത്തത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോൾ അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. 21-ാം അധ്യായം 27-ാം തിരുവചനമാണ്. 21-ാം അധ്യായം ഈശോ ആരോട് പറഞ്ഞതാണത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈശോ ആരോട് പറഞ്ഞതാണ്? വിശുദ്ധ തോമാസ് ശ്ലീഹായോട് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് തോമാസ് ശ്ലീഹയോട് അങ്ങനെ പറയാൻ കാരണം? അതെ, അവിടുത്തെ ആണിപ്പഴുതുകൾ കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം കണ്ടേ വിശ്വസിക്കൂ. അപ്പോഴേ നമ്മളെ ഉടമ്പടിയുടെ ചില വിഷയങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. എന്താണ്? കണ്ട് വിശ്വസിക്കുമെന്ന് പറയരുത്. എന്താ പ്രശ്നം എന്നറിയാമോ? ഉടമ്പടി ഫോളോ ചെയ്യണത് തോമസ് അപ്പോസ്തലൻ്റെ ഫെയ്ത്ത് ബ്രാൻഡല്ല. തോമസ് അപ്പോസ്തലൻ്റെ ഫെയ്ത്തിന് കുഴപ്പമൊന്നുമില്ല. അത് കർത്താവ് ഇല്ലാത്തൊരു കാലം വരുമ്പോൾ ഇനി കാണാതെ വിശ്വസിക്കണം എന്ന് മനുഷ്യരാശിയെ പഠിപ്പിക്കാൻ വേണ്ടി തോമസ് അപ്പോസ്തലനെ ഈശോ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആരുടെ ഫെയ്ത്താണ്? മരിയൻ ബ്രാൻഡാണ്. ഫെയ്ത്ത് പല ബ്രാൻഡുണ്ട്. ബൈബിളിൽ പല ബ്രാൻഡഡ് ഫെയ്ത്ത് ഉണ്ട്. മരിയൻ ഉടമ്പടി ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടി ഒരു മരിയൻ പ്രെയർ അല്ല. ഉടമ്പടി ദൈവത്തോടാണ്, ഈശോയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ആര് വഴി? പരിശുദ്ധ അമ്മ വഴി. അപ്പം അമ്മ അവിടെ ഉടമ്പടിയുടെ മധ്യസ്ഥയും വിറ്റ്നസ്സുമാണ്, സാക്ഷിയുമാണ്. പക്ഷേ ഉടമ്പടി ഫോളോ ചെയ്യണത് ആരെയാണ്? ഫെയ്ത്ത് ബ്രാൻഡ് ആരുടെയാണ്? മരിയൻ ഫെയ്ത്താണ്. അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയണത്? മരിയൻ ഫെയ്ത്ത് എന്താണ്? മരിയൻ ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണത്, അതായത് അമ്മയുടെ ഫെയ്ത്ത് എന്ന് പറയണത് സാധാരണ മാർത്തായുടെ ഫെയ്ത്ത്, സെൻറ്റ് തോമസിൻ്റെ ഫെയ്ത്ത്, സെൻറ്റ് പീറ്ററിൻ്റെ ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ പ്രശ്നം, ഫെയ്ത്തിന് കുറേ സ്റ്റാൻഡേർഡ് ഓഫ് ഫെയ്ത്ത് ഉണ്ട് വിശ്വാസത്തിന്. ഇപ്പം നമ്മൾ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് തുടങ്ങണത് എങ്ങനെയാണ്? വെള്ളയെന്നാണ് തുടങ്ങുന്നത്. വെള്ള, റോസ്, കടൻ റോസ്, ചുവപ്പ്, പിന്നെയും ചുവപ്പ് കയറുമ്പോൾ ഡീപ്പ് റെഡ്, ബ്ലാക്ക്. അപ്പോൾ വെള്ളയെന്ന് ബ്ലാക്ക്, എല്ലാ കളറും സഞ്ചരിക്കണത് എങ്ങനെയാണ്? വെള്ളയെന്ന് പച്ചയാണെങ്കിലും പച്ച വെള്ളയും തുടങ്ങും. വെള്ള, ഇളം പച്ച, തത്തപ്പച്ച, കരിമ്പച്ച, ഒലിവ് ഗ്രീൻ, ബ്ലാക്ക് ഗ്രീൻ. അപ്പോൾ ഈ ഫെയ്ത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഓരോ ബ്രാൻഡഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നോക്കണത് ഏറ്റവും മാതൃകാപരമായ വിശ്വാസം ആരുടെയാണെന്ന് നോക്കിയിട്ടാണ് ഉടമ്പടിയിൽ അത് പ്രൊമോട്ട് ചെയ്യണത്. ഉടമ്പടി ആരുടെ ഫെയ്ത്താണ് പ്രൊമോട്ട് ചെയ്യണത്? മരിയൻ ഫെയ്ത്താണ്. മരിയൻ ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താ? അമ്മയുടെ ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താ? അപ്പം അമ്മ എന്താണ്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇല്ലേ? അപ്പോൾ അമ്മ റീസണബിളായിട്ട് ചോദിക്കും, എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ലുക്ക 1:34 നമ്മൾ ഇടയ്ക്ക് ധരിക്കണതാ. അപ്പോഴതിന് മറുപടി പറയും, എന്താണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. എന്നിട്ട് പിന്നീട് അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിച്ച ഇടങ്ങളെ മാതൃക കാണിക്കും.
ടീച്ചിങ് എയ്ഡ് കാണിക്കും, മാതൃക. ആരാണ് മാതൃക എന്ന് പറയണത്? എലിസബത്താണ് മാതൃക. അടയാളം കാണിക്കും. എന്നിട്ട് എന്ത് പറയും? നിൻ്റെ ചാർച്ചക്കാരിയല്ലേ എലിസബത്ത്, അവൾ വൃദ്ധയല്ലേ എന്ന് ചോദിക്കും. അവൾ വന്ധ്യയല്ലേ? രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. എലിസബത്തിൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് 2 ഇമ്പഡിമെൻറ്റ്സ് വരും. എന്താണ്? ഒന്ന് അവർ വൃദ്ധ, രണ്ടാമത്തത് വന്ധ്യ. വൃദ്ധയും വന്ധ്യയുമല്ലേ? അപ്പം നടക്കാത്ത വിഷയമാണെന്നർത്ഥം. ഇപ്പോഴേ ഒരു കുഞ്ഞ് സാക്ഷ്യം, ജൂലിയ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ജൂലിയ ICCRൻ്റെ എക്സാമാണ്. അപ്പോഴതെന്ന് പറയണത് അവൾ പറഞ്ഞു ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, പക്ഷെ ഞാൻ എക്സാമിന് പോയപ്പോൾ കൂട്ടുകാരെന്നെ കളിയാക്കി. എന്താ കാര്യം? പ്രാർത്ഥന കൊണ്ട് വലിയ കഥയൊന്നുമില്ല, മര്യാദക്ക് പഠിച്ച ബുദ്ധി ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇത് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ ചോദ്യം ഡയലോഗ് ഉണ്ടാ കൂട്ടുകാരത്തെ അവളോട് പറഞ്ഞത് എന്താണ്? പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് ബുദ്ധി ഉണ്ടാകണം. ഈ ICCR പഠിക്കണമെങ്കിൽ ബുദ്ധി ഉണ്ടാകണം, അതിനുള്ള കഴിവുണ്ടാകണം. അപ്പോഴേ അവളെന്നാ പറഞ്ഞത്? അവളുടെ കഴിവെന്താ? നമ്മളുടെയൊക്കെ കഴിവ്, വിശ്വാസയുടെ കഴിവെന്താ? കർത്താവാണ് കഴിവ്. നമുക്ക് മിനിമം ബുദ്ധി എല്ലാവർക്കും ഇന്ന് കർത്താവ് ജനിച്ചപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള വിശ്വാസയുടെ കഴിവെന്താ? അവൻ്റെ അതാണ് നോട്ട് ബൈ മെറിറ്റ്. അതായത് Efesians 2:8 ഉടമ്പടിയുടെ മർമ്മമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ മെറിറ്റ് യോഗ്യതയാലല്ല, എൻ്റെ കൃപയാൽ. കൈയടിച്ച് കർത്താവേ ദൈവമേ, ഞങ്ങളുടെ യോഗ്യതയിലാണല്ലോ, ഞങ്ങളുടെ കുറവുകളിലും ബലഹീനതകളിലും കർത്താവയുടെ കൃപ ചൊരിയുന്നല്ലോ. അവിടുത്തെ കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത്, അത് ഞങ്ങളുടെ യോഗ്യതയല്ല. വിശ്വസിക്കുന്ന കർത്താവേ, പരമദിവ്യകാരുണ്യത്തിന് കൃപയെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, പക്ഷെ നമ്മുടെ അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ പാസ്വേഡും അപ്പൻ തന്നിട്ടുണ്ട്. പിന്നെ പ്രസവമൊന്നുമില്ലല്ലോ. പറഞ്ഞ മനസ്സിലായല്ലേ? നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, പക്ഷെ അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ പാസ്വേഡും അപ്പൻ തന്നിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം, വേറെ കുഴപ്പമില്ല. നിനക്കിതിനെക്കുറിച്ചൊക്കെ നല്ല ബോധം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ അംഗീകരിക്കണം. അതാണ് തോമാസ് ശ്ലീഹ പറയണത്. തോമാസ് ശ്ലീഹയുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം. വാട്ട് യു ഷുഡ് ഫെയ്ത്ത്, വാട്ട് ഷുഡ് ബിലീവ്. നീ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് സെൻറ്റ് തോമസ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ 1:28. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കേണ്ടത് എന്താണ്? എൻ്റെ കർത്താവാണ്. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? എൻ്റെ ദൈവമാണെന്ന്. ഈ ദൈവത്തിൽ വ്യക്തിപരമായ പേര് നമ്മളുടെ എൻ്റെതെന്ന് ചേർക്കണത് ആരാ? ഈശോൻ്റെ കാലത്തിന് ശേഷം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ബന്ധമാണ് തോമാസ് ശ്ലീഹ ആ വാതിൽ തുറന്നിരിക്കേണ്ടത്. കൈ ഇടിച്ച് കർത്താവ് എന്റെ കർത്താവേ, എന്റെ യഹോവയെ, അങ്ങ് ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ, അധിക വിശ്വാസം നൽകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യഹോവയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കർത്താവ് എന്നാണ് വിശ്വാസം. അതൊക്കൊന്നും എൻ്റെ ചേർക്കണം, സ്നേഹം ചേർക്കണം എന്നർത്ഥം. പ്രാർത്ഥനയ്ക്കെല്ലാം വേണ്ട ഒരു സമവാക്യമാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റു പറയണതാണ് രക്ഷ പ്രാപിക്കാനുള്ള ആദ്യ നടപടി, അല്ലേ? റോമാ 10:9 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് പറഞ്ഞ് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുകയും. അതാണ്
നൈയാമിക അർത്ഥത്തിൽ രക്ഷ പ്രാപിക്കാനുള്ള, യേശുവിനെ പ്രാപിക്കാനുള്ള പ്രാഥമികമായ നടപടി. പക്ഷെ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ മുമ്പായി എൻ്റെ ചേർക്കണം. വെറുതെ കർത്താവാണെന്ന് പറയരുത്. അതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചിറക്ക് താമസിക്കാൻ കാരണം. യേശു എൻ്റെ കർത്താവാണെന്ന് പറയണം. ചുമ്മാ കർത്താവാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ആരാണ് എന്ന് പറഞ്ഞ യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്. കൈ അടിച്ച് കർത്താവാണ്. വിശ്വാസം കേവലമായ സാങ്കേതിക വിശ്വാസമുണ്ട്, പിന്നെ ആത്മബന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്നേഹനിർഭരമായ വിശ്വാസമുണ്ട്. ഏതാണ് പ്രവർത്തനക്ഷമമാകണത്? ഗലാത്യർ 5:6 സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിച്ച് കർത്താവ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ തോമാശ്ലീഹയുടെ വിശ്വാസ ഭാഷ്യം എന്താണ്? വിശ്വസിക്കുന്നവൻ സ്നേഹത്തോടെ വിശ്വസിക്കുക. സ്നേഹമുണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തിന് വലിയ പ്രസക്തി ഇല്ല. മനസ്സിലായില്ലേ? സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് വിശ്വാസം അടയാളം അന്വേഷിക്കും. എന്താ കാര്യം? രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ കർത്താവ് നേരിട്ട് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അടയാളങ്ങൾ കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ എന്ന്, അല്ലേ? യോഹന്നാൻ 4:48. വിശ്വാസം അടയാളം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, സ്നേഹം അടയാളം അന്വേഷിക്കത്തില്ല. Why we are following Marian brand of faith? എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയുടെ മാതൃകയിലുള്ള വിശ്വാസം അന്വേഷിക്കുന്നത്? അമ്മയുടെ വിശ്വാസം സാങ്കേതിക വിശ്വാസമല്ല. അമ്മയുടെ വിശ്വാസം സ്നേഹനിർഭരമായ വിശ്വാസമാണ്. അമ്മയോട് പറഞ്ഞാണ്, നിനക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പോയി എലിസബത്തിൻ്റെ വയറ് കാണാമെന്ന് പറഞ്ഞതാണ്. അതാണ് സംഭവം. നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ എലിസബത്തിനെ 3 മാസം അമ്മ എലിസബത്തിനെ, ഇളയമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി. ബൈബിളില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഭക്ത ക്രിസ്ത്യാനി അമ്മയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയതായിരിക്കുമെന്ന് നമ്മൾ സപ്പോസിങ് കരുതുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ ശുശ്രൂഷിക്കാൻ പോയതാണെങ്കിൽ പ്രസവിച്ചിട്ട് പോന്നാൽ പോരായിരുന്നാന്ന് ചോദിച്ചു. ശരിയല്ലേ? പ്രസവ കാര്യത്തിന് വേണ്ടി ഗർഭിണികളെ കാണാൻ പോകുന്നവരും ശുശ്രൂഷിക്കാൻ പോകുന്നവരും ഇപ്പം കാനഡയിലേക്ക് സ്വിറ്റ്സർലൻഡിലേക്കും ഒക്കെ മക്കളുടെയും മരുമക്കളുടെയും പ്രസവത്തിന് പോണവർ എന്താ പോയാണ്? 6-ാം മാസം പോയിട്ട് 9-ാം മാസം തിരിച്ചു പോരുകയാണ്. ഇവിടെ താമസിച്ച് കൊച്ചിനൊരു 10-90 വയസ്സാകുമ്പോൾ 10-90 ദിവസം ആകുമ്പോഴാണ് നമ്മൾ പോരണത്. അപ്പം ശുശ്രൂഷ മാത്രമല്ല ഉദ്ദേശമെന്ന് മനസ്സിലായി, അല്ലേ? കറക്റ്റല്ലേ? എന്തായിരുന്നു ഉദ്ദേശം? അമ്മ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ മറുപടി പറയാൻ എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും, അപ്പോൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇനി സംശയം ഉണ്ടാ മേരി? ഞാനൊരു അടയാളം കാണിച്ചു തരാം എന്നാ പറയണത്. ഇനി സംശയം ഉണ്ടാ മേരി? അത്യുന്നതൻ്റെ ശക്തിയിൽ നിനക്ക് സംശയമുണ്ടോ? ആവസിക്കുന്നതിന് സംശയമുണ്ടോ? എങ്കിൽ ഞാൻ നിനക്ക് അടയാളം കാണിച്ചു തരാം. എന്താണ്? നിൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് വൃദ്ധയാണ്, വാർദ്ധക്യത്തിൽ അവൾ വന്ധ്യമായിരുന്നു. രണ്ട് തടസ്സങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 തടസ്സങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈ വിഷയം ദൈവത്തിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? വാഗ്ദാന പേടകത്തിൻ്റെ മേൽ അത്യുന്നതൻ്റെ ശക്തി ആവസിച്ചു എന്നല്ലേ കർത്താവിൻ്റെ വചനം 40:35 പുറപ്പാട് പുസ്തകം. ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ജീവിച്ച് കഴിയുമ്പോൾ we will be with the mark of covenant. നമ്മൾ തന്നെ വാഗ്ദാന പേടകമായി മാറുന്നു. അപ്പോഴെന്ത് സംഭവിക്കും?
അതിനൊരു ശക്തി ആവശ്യിക്കുന്നു. അപ്പോഴങ്ങനെ അതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം എന്ന് പറയണത്. അറിയണം കറക്റ്റായിട്ട് ഉടമ്പടിയിൽ എന്ത് സംഭവിക്കുന്നു അറിയണം. നമ്മളെ തന്നെ വാഗ്ദാന പേടകമായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അതിന് ശക്തി ആവശ്യിക്കും. അത് വാർദ്ധക്യമായിരുന്നാലും ശരി, വന്ധ്യമായിരുന്നാലും ശരി, ഈ കല്ലിൽ നിന്ന് ബൃഹത്സന്തതി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മേൽ അത്യുന്നത ശക്തി ആവർത്തിക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന യേശു കർത്താവ് ജീവിക്കുന്നു. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി ശ്ലീഹാ സുവിശേഷം 3:9 ഈ കല്ലിൽ നിന്ന് ബൃഹത്സന്തതികൾ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പം തന്നെ ഒരു സഹോദരൻ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞില്ലേ, 40 ലക്ഷം കടമാണ്. 40 ലക്ഷം കടമാണ്. സഹായിക്കാനുള്ളവരെല്ലാം കല്ല് പോലെ ഇരിക്കുകയാണ്, അനക്കമില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കല്ലെല്ലാം അപ്പമാകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒരു ബന്ധു 20 ലക്ഷം ഉടനെ കൊടുത്തു. അതാണ് കല്ലപ്പമാകണ പരിപാടി. വേറെ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, ആ കോട്ടയത്തൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, 4 വർഷമായി അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി അവർ ട്രൈ ചെയ്യുന്നു. ഈ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും ഭർത്താവിന് അനുജന്മാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, കല്ല് പോലെ ഇരിക്കുകയായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു, അവർ നല്ലവരാണ്, പക്ഷേ ഹൗ ടു ഡു ഇറ്റ് എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ അവരെ കൊണ്ട് തോണ്ടി, നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളതെന്ന് പറഞ്ഞു. ഉടനെ 1 സെക്കൻഡിൽ അവർ വിളിക്കുകയാണ്, ഇവിടെ വരെ എത്തി, അത്രയും ശരി, ഇനി നീ ചെയ്യേണ്ട, ഇത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. കല്ലിൽ നിന്ന് ബൃഹത്സന്തതി ജനിക്കണം കണ്ടല്ലേ. കൈയിടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കിട്ടാൻ കടങ്ങള്, ജീവിത വിഷമതകള്, ജോലി തടസ്സങ്ങള്, നഷ്ടപ്പെട്ട തടസ്സങ്ങള്, കല്ലുപോലുള്ള ഉള്ളങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൽ വിശുദ്ധീകരിക്കുകയും അത്യുന്നത ശക്തി ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ നമ്മളെ സഹായിക്കാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ കല്ല് പോലെ ഇരിക്കുകയാണ്. ഈ കല്ലിനെ അപ്പമാക്കി മാറ്റുന്നതാണ്, ഈ കല്ലിനെ സന്തതികളായി മാറ്റുന്നതാണ്, സാധ്യമല്ലാതെ സാധ്യമാക്കി തീർക്കുന്നതാണ് വിശ്വാസം. പക്ഷേ വി ആർ ഫോളോയിങ് മരിയൻ ഫെയ്ത്ത്. അമ്മ വിശ്വാസമാണ്. അമ്മ വിശ്വാസം എന്താ? സ്നേഹനിർഭരമായ വിശ്വാസമാണ്. അത് വലിയ അടയാളങ്ങൾ അന്വേഷിക്കണതല്ല. ഇതിൻ്റെ ചർച്ചക്കാർ എലിസബത്ത് വന്ധ്യെന്ന് അറിയപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മ എലിസബത്തിനെ കാണാൻ പോയെന്ന കാര്യം സത്യമാണ്. പക്ഷെ അതിക്ക് മുമ്പ് അമ്മ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയത്. അമ്മ എലിസബത്തിനെ കാണാൻ പോയെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അതിക്ക് മുമ്പ് പറയാനുള്ളത് അമ്മ പറഞ്ഞു. എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്, ദ കർത്താവിൻ്റെ ദാസി. എലിസബത്തിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഐ വിൽ ബി യുവർ മെയ്ഡ് സെർവൻറ്റ്, ഞാൻ നിൻ്റെ ദാസിയായിരിക്കും. നിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ നിന്റെ വചനത്തിന്റെ സാക്ഷി. കൈയടിച്ച് കർത്താവ് ദിവ്യകാരുണ്യത്തിന്. അമ്മ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതി കണ്ടില്ലേ? എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. പറഞ്ഞേ, കർത്താവിൻ്റെ ദാസി എന്ന് വെച്ചാൽ എന്തിനാണ് ദാസ്യാവസ്ഥ? അങ്ങയുടെ വചനം പോലെ എന്നിലെ സംഭവിക്കട്ടെ. വചനത്തിനാണ് സമർപ്പണം, അടയാളത്തിനല്ല. എലിസബത്തിൻ്റെ വാർദ്ധക്യത്തിൽ കാണുന്ന നിറവയറിൻ്റെ അടയാളത്തിനല്ല അമ്മ ദാസ്യാവസ്ഥയുടെ സമർപ്പണം.
പിന്നെ എന്തിനാണ്? ആ വചനത്തെ മാംസമാക്കിയ വചനത്തിനാണ്, കർത്താവിൻ്റെ വചനത്തിനാണ്. അതല്ലേ അമ്മയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? കർത്താവ് ചോദിക്കണില്ലേ? സങ്കടത്തോടെയാണ് ചോദിക്കണത്. അടയാളങ്ങളെ കണ്ടല്ലാതെ നിങ്ങളെ വിശ്വസിക്കില്ലല്ലോ. സ്നേഹമുള്ളവൻ അടയാളം കണ്ടില്ലെങ്കിലും വിശ്വസിക്കും. വിശ്വാസമൊക്കെ ഒരു വരുമാനത്തിൻ്റെ മാർഗമായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ സ്നേഹം വരുമാനത്തിൻ്റെ മാർഗമല്ല. വൈ വി ലവ്, വി ഫീൽ ലവ്. അത് തന്നെ എൻ്റെ കാരണം. എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്? എന്തെങ്കിലും കിട്ടുമെന്നോർത്തിട്ടല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ്. ദൈവത്തോട് നമുക്ക് സ്നേഹമുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ്? ആദ്യം അവിടുന്ന് നമ്മൾ സ്നേഹിക്കുകയും തൻ്റെ ഏകജാതനെ നമുക്ക് പരിഹാരമായി നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അഭിഷേക തിരുവചനത്താൽ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സങ്കടങ്ങള് അങ്ങ് ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മയുടെ മാതൃശക്തി ഞങ്ങളുടെ കുടുംബങ്ങളും ജീവിത മേഖലകളിലെ മേൽ അഭിഷേകമായി നൽകുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ കേൾക്കണം. എന്താ കാര്യം എന്നറിയാവോ? 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എലിസബത്തിനെ കാണാൻ അമ്മ പോയത്. എലിസബത്തിനെ കാണുമ്പോഴേ പരിശുദ്ധാത്മാവിൽ എലിസബത്ത് നിറയും, അല്ലേ? അപ്പോൾ എലിസബത്ത് പറഞ്ഞ വാക്കെന്താണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ. പറഞ്ഞേ, എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത? അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് പറയുന്നു മറിയം പ്രഗ്നൻ്റ് ആണെന്ന്. എപ്പോൾ പ്രഗ്നൻ്റായി? അല്ലേ? അതല്ലേ സത്യം. പരിശുദ്ധാത്മാവ് പറയുന്നു, മേരി യു ആർ പ്രഗ്നൻ്റ്, നീ ഗർഭവതിയാണ്, നീ പുത്രൻ തമ്പുരാനെ ഗർഭം ധരിച്ചിരിക്കുന്നു. എപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്? എലിസബത്തിൻ്റെ അടയാളം കണ്ടിട്ടാണ് മറിയം പ്രഗ്നൻ്റ് ആയത്? നോ! പിന്നെന്താണ്? വചനം കേട്ടിട്ട് കൈയടിച്ച് കർത്താവ് എന്നെ അഭിഷേകം ചെയ്യണമേ. പരമ ദിവ്യകാരുണ്യത്തിന്. അടുത്ത ശ്വാസത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. പറഞ്ഞേ, എന്നെ കാണാതെ തന്നെ എന്നെ സംഭവിച്ച അടയാളങ്ങള് കാണാതെ തന്നെ, അടയാളങ്ങൾ കാണാതെ തന്നെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണാതെ വിശ്വസിക്കുന്നവരെ, ദൈവത്തിൻ്റെ അടയാളം കണ്ടില്ലെങ്കിലും വിശ്വസിക്കുന്നവരെ, ദൈവത്തിന് വേണ്ടി വിശ്വസിക്കുന്നവരെ എല്ലാ തലമുറകളിലും ഉണ്ടാകും. അതിലെ തോമസ് ശ്ലീഹായുടെ കർത്താവ് പറഞ്ഞത്, തോമസ്, കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാനാണ്. അതല്ലേ? അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 21-29. കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാർ. ആ വചനമാണ് അമ്മ ഇവിടെ പറയണത്. എന്താണ്? എല്ലാ തലമുറകളിലും ഉണ്ടാകും കാണാതെ വിശ്വസിക്കുന്നവരെ. അടയാളം കണ്ടില്ലെങ്കിലും കർത്താവിൽ വിശ്വസിച്ച് സ്നേഹിച്ച് പ്രത്യാശിച്ച് സാക്ഷിയായി ജീവിക്കുവാൻ അമ്മയിൽ വസിച്ച അതേ ആത്മാവിനാൽ അമ്മയുടെ മധ്യസ്ഥതയില് ദൈവത്തോട് ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ അടയാളങ്ങള് താമസിച്ച് പോകുമ്പോഴും അമ്മയെപ്പോലെ വിശ്വസിക്കുവാൻ, അമ്മയെപ്പോലെ സ്നേഹിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട
പ്രവേശിക്കുകയാണ്. മാരക രോഗങ്ങളാണ്. ഇന്നലെ ഒരു ചേട്ടത്തി എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട്, അവർ ഫിസ്റ്റുല രോഗമുള്ളത് കാരണം ടാബ്ലറ്റ്സ് കഴിച്ചിട്ടും വയറ്റിൽ നിന്ന് പോകണില്ല എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. അത് അനുഭവിച്ച് വരുമ്പോൾ മനസ്സിലാകും അത് എന്തുമാത്രം അവർ വിഷമിക്കുന്നുണ്ടെന്ന്. ഒരു പക്ഷേ അതുപോലെ പല രോഗികളുണ്ടാകും. RSS രോഗികൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗമുള്ളവർ ഒക്കെ. ഉടമ്പടിയിൽ ഒത്തിരിയേറെ പേര് ഉടമ്പടി തൈലം ഈ PCODയുടെ ഭാഗത്ത് അടിവയറ്റ് തേക്കുമ്പോൾ തന്നെ ആ കുരുക്കളെല്ലാം ഊർന്നു പോയ സാക്ഷ്യങ്ങൾ നമ്മൾ ഉടമ്പടി കേട്ടതാണ്. അപ്പോൾ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി നിന്നെ സംരക്ഷിക്കാനും സുഖപ്പെടുത്താനും. ദൈവത്തിലെ അച്ഛൻ അമ്മയുടെ ഈശോൻ്റെ നടുക്ക് നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി, ഉടമ്പടി ചെയ്ത നിങ്ങൾക്ക് വേണ്ടി. അപ്പം നിങ്ങൾക്ക് ഈ അവകാശത്തിന് അർഹരാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്, ദൈവസ്നേഹമുണ്ട്. അഭിഷിക്തൻ നിൻ്റെ ഈശോയുടെ നാമത്തിൽ കൈയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ത്വക്ക് രോഗങ്ങൾ, നിൻ്റെ കിഡ്നി രോഗങ്ങൾ, നിൻ്റെ വാതരോഗങ്ങൾ, ഇന്ന് കണ്ടില്ലേ, സാക്ഷ്യം കേട്ടില്ലേ, അത് സന്ധിവാദങ്ങളിൽ 9 വർഷം തരിപ്പണമായി നിന്ന ആൾക്കാരാണ്. വാദത്തിൻ്റെയൊക്കെ അസുഖം അറിയാമല്ലോ, ഒരു പരിധിവരെയൊക്കെ മെഡിസിൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് അവർ പയർ പോലെ ഇങ്ങനെ നടന്ന് ഇവിടെ നിൽക്കുന്ന സാക്ഷ്യം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് ഒരു സെക്കൻഡ് വിചാരിച്ച നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടും. അച്ഛനെ എല്ലാ രോഗങ്ങളെയും ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നും നമുക്ക് ആദ്യം വേണ്ടത് കാരുണ്യമാണ് വേണ്ടതെന്ന്. എന്താ കാര്യമെന്നറിയാവോ? നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ രോഗികളെയും മനസ്സിൽ കാണുന്നു. കാര്യം ശരീരത്തിലെ പീഡകളെന്ന് പറയണത് അത് ഭയങ്കരമായ ദുരിതമായത് കൊണ്ടാണ് ഈശോ ശരീരത്തിലെ പീഡകളെ ഏറ്റെടുത്തിരിക്കുന്നത്. അച്ഛനിപ്പോഴും പ്രാർത്ഥിക്കാൻ പോവുകയാണ്, കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾക്ക് അൾത്താരെ കയറി ഈശോ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കും. ഇപ്പോഴും അസ്ഥി രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അസ്ഥി വളഞ്ഞ അസ്ഥികളുണ്ട്, അസ്ഥി ബെൻഡായ അസ്ഥികളുണ്ട്, അസ്ഥിയുടെ ചില വശങ്ങളിൽ ശേഷിക്കുറവുള്ള അസ്ഥികളുണ്ട്. കർത്താവേ, അസ്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അസ്ഥി ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അസ്ഥി ഉരുക്കത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അസ്ഥി ശോഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്ഥി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആശുപത്രി കഴിയുന്നവരെ, വാർദ്ധക്യം വരുന്നവരെ അങ്ങ് തത്സമയം സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അതുപോലെ നിങ്ങളും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കട്ടെ, സുഖപ്പെട്ട അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കർത്താവ് ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും വിജയം വരിച്ചവനാണ്. അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്ക് വേണം നിർബന്ധമില്ല. പക്ഷേ എൻ്റെ സ്വത്തെന്ന് പറയണത് എൻ്റെ കർത്താവിൻ്റെ നാമമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ കർത്താവ് ശിമിശായി നിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരരോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സാക്ഷ്യം പറഞ്ഞപ്പോൾ ബ്രദർ അത് കമൻറ്റ് ചെയ്യാണ്ട ബ്രദർ എന്താ പറഞ്ഞതെന്നറിയാവോ? നിങ്ങൾ അദ്ദേഹം പറഞ്ഞ് കേട്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞത് ഉടമ്പടി എല്ലാ ജീവിത മണ്ഡലങ്ങളെയും സർവസ്പർശിയായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു ദൈവം ഉടമ്പടി തന്നത്, അല്ലേ? പണ്ട് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു, കൃപാസനം പൊളിച്ച് പണിയണമെന്ന്. എന്നിട്ട് പക്ഷേ പണിയണത് ആരാണ്? എന്തിലാണ്? ഓലക്കെട്ടിടത്തിലാണ് പണിയണത്, അല്ലാതെ കല്ലുങ്കുമായത്തിലല്ല. എന്നിട്ട് അവിടെ ഗോഡെന്ന് സിൽവറിൽ എഴുതി വച്ചിട്ടുണ്ട്, കുരിശില്ല.
ഗോഡനമത്, അതായത് ഈ ആലയത്തിൻ്റെ കൂരയിലെ ആര് കയറിയാലും, ഏത് മതസ്ഥൻ കയറിയാലും ദൈവം അവനെ സഹായിക്കും. ഇപ്പോൾ ക്രൈസ്തവരല്ലാത്ത സഹോദരങ്ങൾ ഉടമ്പടി എടുക്കാൻ വരും. അപ്പം ഞങ്ങൾ പറയും നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ അനുവാദമില്ല. എന്താ കാര്യം? അതിൻ്റെ അകത്ത് കുറേ വിശ്വാസികളുടെ പ്രാർത്ഥനാക്രമങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി പ്രാർത്ഥിച്ചിട്ട് പോകാം വന്ന സ്ഥിതിക്ക്. പക്ഷേ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ ആര് വന്നാലും ദൈവം അവരെ സാന്ത്വനപ്പെടുത്തും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുന്നത്. ചില അല്പവിശ്വാസികളും അല്പബുദ്ധികളൊക്കെ ആക്ഷേപം ഉണ്ടാക്കുന്നുണ്ട്, മതം മാറ്റമാണ് ഒക്കെ ചുമ്മാ കള്ളത്തരം. അവർക്കും അറിയാം അത് കള്ളത്തരമാണ്, അങ്ങനെ ഒന്നും നടക്കണില്ല. പിന്നെ ഒരു ആക്ഷേപം ഉണ്ടാക്കിയെടുക്കുക. പിശാച് വ്യത്യസ്തങ്ങളായ രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത്. അവനവൻ്റെ വിശ്വാസം സത്യസന്ധമായിട്ട് ആര് ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ അവന് വെറും കൈയോടെ ദൈവം പറഞ്ഞു വിടത്തില്ല. പരിശുദ്ധ അമ്മയിലേക്ക് അമ്മ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വാഗ്ദാനം, ഒന്നാമത്തെ വാഗ്ദാനം അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഈശോയാണ്. പിന്നത്തെ വാഗ്ദാനം എന്താണ്? തൻ്റെ ഭക്തരെ അവിടുന്ന് തലമുറകൾ തോറും സംരക്ഷിക്കും. ഞാനീ അമ്മേൻ്റെ പുറകെ സാരിത്തുമ്പെ പിടിച്ച് തൂങ്ങിക്കിടക്കണ എന്താ? ഭക്തനെ തലമുറകൾ തോറും സംരക്ഷിക്കും. വിശക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും സദ്വിഭവം കൊണ്ട് നിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, വിശക്കുന്നവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെന്തവസ്ഥയിൽ വിശന്നാലും അവരെ സദ്വിഭവം കൊണ്ട് നിറക്കും. കൈ ഇടിച്ച് കിടത്താണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരുടെയും വേദനയും നമ്മുടെ വേദനയായിട്ട് തോന്നുമ്പോൾ നീ ദൈവപൈതലായി. എപ്പോഴാണ് നീ ദൈവപൈതലാകണത്? എല്ലാവരുടെ വേദനയും നിൻ്റെ വേദനയായിട്ട് നിനക്ക് ഫീൽ ചെയ്യുമ്പോൾ നീ ദൈവപൈതലായി. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, സാമ്പത്തികമായ കടങ്ങളാൽ അപമാനപ്പെടുന്നവരെ, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മക്കളോടും കുടുംബത്തോടും പാലിക്കാൻ നിസ്സഹായരായി, കഴിവുകെട്ടവരായി നിന്ന് പോകുന്നവരെ, ഓ അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ നിമിഷം ഈശോയുടെ അടുത്ത് ആ കുടുംബങ്ങളെ സമർപ്പിക്കണമേ. ഈ ആഴ്ചയിലെ അടയാളം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പിണങ്ങി കഴിയുമ്പോൾ ചില ഭർത്താക്കന്മാരായിരിക്കും കൂടുതൽ വേദനിക്കണത്. ചില കാര്യത്തിൽ ഭാര്യമാരായിരിക്കും കൂടുതൽ വേദനിക്കണത്. അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുന്നതാണ് നെടുനാളത്തേക്ക് നല്ലത്. തൽക്കാലം നിൻ്റെ അമ്മയുണ്ട്, നിനക്ക് ജോലിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നീ മസിൽ പിടിക്കും. പക്ഷേ പണി 8 നിനക്ക് വരുന്നുണ്ട്. ഇതൊന്നുറങ്ങിയ നേരം വിളിക്കുക. ആരുടെ ആര് ജയിച്ചെന്നാണ് നിങ്ങൾ പറയണത്? നമ്മൾ മൊത്തം തോക്കിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തകർന്ന കുടുംബങ്ങളെ, തകരുന്ന കുടുംബങ്ങളെ, തകർക്കുന്ന കുടുംബങ്ങളെ, തെറ്റിദ്ധാരണയാൽ കേസിൽ അകപ്പെട്ട കുടുംബങ്ങളെ
കുടുംബ ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. അകന്നു പോയത് കർത്താവ് വിളക്ക് ചേർക്കട്ടെ. ഹല്ലേലൂയ. കപ്പം അവകാശപ്പെട്ടവർക്ക് കപ്പവും, സ്വന്തപ്പെട്ടവരിൽ നിന്ന് നികുതി, അന്യരിൽ നിന്ന് കപ്പം, പകന്ന് അടുത്തവരിൽ നിന്ന് നികുതിയും അകന്നവരിൽ നിന്ന് കപ്പവും. അങ്ങനെയാണ്. അപ്പം അത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണത്. കർത്താവിൻ്റെ വചനം പറയണത് കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അടുത്തവർക്കായാലും അകന്നവർക്കായാലും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടുത്തവർക്കും അകന്നവർക്കും അവകാശപ്പെട്ടത് നൽകിക്കൊണ്ട് ദൈവനീതി നിറവേറ്റി സ്വർഗരാജ്യത്തിന് സന്തതികളായി ദൈവകൃപ ആർജിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഓ ആരാധ്യനെ, അഭിഷേകം ചെയ്യണമേ. പ്രിയമുള്ളവരെ, ചിലർക്ക് തെറ്റിദ്ധാരണകളുണ്ടാകും. പക്ഷേ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ധാരണയിലേക്ക് വരും. പക്ഷേ നിങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കും. അതാണ് അന്ധത, ഇരുട്ട്, അന്ധകാരം എന്നൊക്കെ പറയണത്. സത്യം കാണാൻ പാടില്ലാത്തൊരവസ്ഥ, ഇരുട്ട്. ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. ചിലപ്പോൾ ഭർത്താവിനെക്കുറിച്ചാകാം, ഭാര്യയെക്കുറിച്ചാകാം, അയൽവാസിയെക്കുറിച്ചാകാം, നിൻ്റെ ഓഫീസിലുള്ള വ്യക്തികളെക്കുറിച്ചാകാം. നിൻ്റെ കണ്ണ് മൂടപ്പെട്ടിരിക്കും. ബൈബിളിലുള്ളതാണ്, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്ന്. കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ഹൃദയം ജ്വലിച്ച് കണ്ണ് തുറന്ന് തിരിച്ചറിഞ്ഞെന്ന്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തെറ്റിദ്ധാരണയോടെ കണ്ണുകൾ മൂടപ്പെട്ടവരെ അങ്ങയുടെ പെരുവിരലാൽ, വചനത്തിൻ്റെ വിരലാൽ ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കണമേ. കാഴ്ച നൽകണമേ. ഹൃദയഭാരം മാറ്റണമേ. വെളിച്ചം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. പല ബന്ധങ്ങളും അങ്ങനെയാണ്. തെറ്റായ നിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം, ജാത്യം, നിൻ്റെ കുടുംബത്തിൻ്റെ നിലവിശ്വാസം, അതിന് വിരുദ്ധമായ ബന്ധങ്ങളിൽ ചെന്ന് കഴുത്ത് വെച്ച് കൊടുത്തിട്ട് ഒത്തിരി പെൺപിള്ളേർ ചതിക്കപ്പെടുന്നുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോഴത്തെ പ്രണയം എന്നൊക്കെ പറയുന്നത് 1 മാസം കൊണ്ട് ശാരീരിക ബന്ധം വരെ നടക്കുന്ന കാരണം ആർക്കും തലയൂരാൻ പറ്റാത്ത വലിയ ചതിക്കുഴികളിലാണ്. പ്രാർത്ഥിക്കാത്തവരും പ്രാർത്ഥിക്കാത്ത കാലങ്ങളിലും ചതിക്കുഴി അകപ്പെട്ടിരിക്കുന്ന മക്കൾ, മാതാപിതാക്കന്മാർക്കും കുടുംബത്തിലുണ്ടാക്കുന്ന ഞെരുക്കങ്ങൾ ഈ ജന്മം കൊണ്ട് തീർത്താൽ തീരാത്തതാണ്. സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ അങ്ങനെയുള്ള എല്ലാ മക്കളുകളിലെയും കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ, എല്ലാ തിന്മകളിൽ നിന്ന് യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 10 പേര് ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ 60 കാര്യമാകും. ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം നോക്കാനാണെങ്കിൽ ഒരു 12,000 കാര്യങ്ങളുണ്ടാവും. അച്ഛനെ അതിൻ്റെ ജനറൽ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ എന്തെങ്കിലും വിഷയങ്ങളെ വിട്ടുപോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കർത്താവിൻ്റെ അനുവാദത്തോടെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന അവസരമാണ്. നിങ്ങളത് കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കുടുംബാവസ്ഥകൾ ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് കൃപാസനം ടൈമിൻ്റെ ധ്യാനകേന്ദ്രമാണ്. സമയഘടികാരം നെഞ്ചിലേറ്റിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ ചില സമയങ്ങൾ, നിർണായകമായ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കാം. ആ ഡേറ്റിൽ ചിലപ്പോൾ സ്ഥലം അളവിൻ്റെ ഡേറ്റ് ആകാം, ചിലപ്പോൾ പരീക്ഷ ഡേറ്റ് ആകാം, ചിലപ്പോൾ ഇൻ്റർവ്യൂ ഡേറ്റ് ആകാം. ആ ടൈം ഓർക്കുക. ആ ഡേറ്റ് ആൻഡ് ടൈമിൽ
കർത്താവിന് സമർപ്പിക്കുക. ചിലപ്പോൾ ഡോക്ടറിനെ കാണാൻ ഡേറ്റ് ആകാം, ചിലപ്പോൾ സ്കാനിങ്ങിൻ്റെ സമയമാകാം, ചിലപ്പോൾ ഓപ്പറേഷൻ ടൈം ആകാം, ചിലപ്പോൾ ഡെലിവറി ഡേറ്റ് ആകാം. അതെല്ലാം ഇപ്പോൾ ഓർക്കുക. ചിലപ്പോൾ നിങ്ങൾ കയറിപ്പോകുന്ന ജോലിക്ക് വേണ്ടി കയറിപ്പോകുന്ന ഡേറ്റുകളാകാം, ചില സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റുകളാകാം. ഡേറ്റ് ആൻഡ് ടൈം ഓർക്കുക. എന്നിട്ട് പരിശുദ്ധ അമ്മ വഴി ഈ ഡേറ്റ് ഞാൻ ഈശോയ്ക്ക് ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹത്തിനായി യാചിക്കുക. മാക്സിമം പ്രേക്ഷിത വേലയാണ് ചെയ്യേണ്ടത്. ഉടമ്പടിയുടെ മെയിൻ കാരണങ്ങളൊന്ന് ഈശോനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ്. അതിനാണ് നമ്മൾ 50 100 പത്രങ്ങൾ വാങ്ങിക്കുന്നത്. പണമുള്ളവരെ 50 100 പത്രം വാങ്ങിച്ച് എവിടെയാണ് യാത്ര പോകുന്നത് അവിടെ എല്ലാം പ്രാർത്ഥനാപൂർവം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഉറുദു, ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് പത്രങ്ങളുണ്ട്. അതാത് നാട്ടിലേക്ക് പോകുന്നവർ അവരുടെ ഭാഷയ്ക്ക് പറ്റിയ പത്രങ്ങളാണ് വാങ്ങിക്കേണ്ടത്. യൂട്യൂബാണ്, പിന്നീട് ഫേസ്ബുക്കാണ് ഷെയർ ചെയ്യേണ്ടത്. കർത്താവിനെ അറിയിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലൊന്ന് നിങ്ങളാദ്യം സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, സ്റ്റെപ്സുകൾ എങ്ങനെയാണ്? വീട്ടിലിരുന്നു കൊണ്ട് ഇവിടെ ഒരു ധ്യാനത്തിന് മാത്രം മക്കൾ വന്നാൽ മതി. ബാക്കി 5 ധ്യാനവും വീട്ടിലിരുന്ന് ഓഫീസിലിരുന്ന് വഴിയിൽ വെച്ച് കൂരേണ്ടതാണ്. മൊബൈലിലെ, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അത് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഓർക്കുക, ഏറ്റവും വലിയ നമ്മുടെ അനുഗ്രഹം ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റാണ്. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യശക്തിയിൽ ഏത് സാമ്രാജ്യങ്ങളിലിരുന്നും വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് അവിടെ ജീവിത ആവശ്യത്തിന് വേണ്ടി കമ്പ്യൂട്ടറിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ തിരികെത്തിച്ചിട്ട് പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് കാൻഡലിന് ഇത്രയും അനുഗ്രഹം കിട്ടാൻ കാരണം? കൃപാസനം കാണാത്തവർ ഇന്ത്യയിൽ പോലും വരാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം അനുഗ്രഹം കിട്ടിയിട്ട് യൂട്യൂബിൽ കമ്പ്യൂട്ടറിൽ തന്നെ അവർ അതിൻ്റെ വിറ്റ്നസ്സിങ് നന്ദി ഇട്ടിട്ടുണ്ട്, കൃതജ്ഞത ഇട്ടിട്ടുണ്ട്, ഫോട്ടോ സഹിതം. എന്തുകൊണ്ട് അവർക്കത് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുക, ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റിന് 50,000 ജപമാലയാണ്. അതായത് ഒരു വർഷം നമ്മൾ ജപമാലയ്ക്ക് ചെല്ലണത്. ഇവിടുന്ന് അർത്തിങ്ക വരെ ഇപ്പം തന്നെ ജപമാല റാലി ഒക്ടോബർ 26-ാം തീയതിയാണ്. ഇന്ന് തന്നെ കലണ്ടറെ കൊണ്ടുപോയത് മാർക്ക് ചെയ്യണം. ഒക്ടോബർ 26. ബ്രദർ പറഞ്ഞ പോലെ ലീവ് വാങ്ങിക്കേണ്ടവർ നേരത്തെ ആ ദിവസത്തേക്ക് ലീവ് വാങ്ങിച്ച് വെക്കണം. ശനിയാഴ്ചയാണ്. നമ്മളിവിടുന്ന് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 50,000 പേരാണ് പോണത്. ഇപ്പോൾ എത്ര ലക്ഷ ജപമാലയാണ് അർത്തിങ്കലക്കുള്ളിൽ നമ്മൾ ചെല്ലണത്. അത്രയും ജപമാലയാണ് കൃപാസനം ഈ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റിന് വേണ്ടി നിക്ഷേപിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ കലണ്ടറിൽ ഡേറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ 26-ാം തീയതി ചെല്ലാൻ പോകുന്ന ലക്ഷക്കണക്കിന് ജപമാല നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയും. കാര്യം ഇപ്പോൾ ഫ്ലഡ് ഒരു സ്ഥിരം കലാപരിപാടിയാകാൻ പോണെന്നാണ്
അവസാനത്തെ സ്റ്റഡികൾ വരണത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സങ്കടത്തിൻ്റെ ഒരു ജീവിതമാകണം. നമ്മുടെ ഒരു സന്തോഷത്തിൽ, കാരണം ഫ്ലഡിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആൾക്കാർ പിന്നീട് പഴയ ജീവിതത്തിലേക്ക് വരണത് പലപ്പോഴും ഒരു സാധിക്കണില്ല എന്നുള്ളത് ഒരു ദുരന്ത സത്യമാണ്. അപ്പോൾ നിങ്ങളത് ഈ ജപമാലയെ പ്രാർത്ഥിച്ചിട്ട് കേരളത്തിൽ നിന്ന് ഫ്ലഡ് മാറിപ്പോണം. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോഴ് ഉത്തരാഖണ്ഡിലൊക്കെ ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗാഡ്ഗിൽ അതിന് അവിടെ ചില ഭാഗ്യമായി. അല്ലെങ്കിൽ മല താമസിക്കുന്ന മൊത്തം ആൾക്കാരെ അയാളുടെ പേരിൽ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങളാണ് ഉള്ളത്. ഉരുൾപൊട്ടൽ കേരളത്തിൽ മാത്രമല്ല, എവിടെയെല്ലാം കുന്നുകളുണ്ട് അവിടെയെല്ലാം ഉരുൾപൊട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജനങ്ങൾ പെരുകി വന്നപ്പോൾ 2 സ്ഥലത്തേക്കുമാണ് പോയത്. കടലോരത്തേക്കും പോയി, മലയോരത്തേക്കും പോയി. 2 അപകട മേഖലയിലാണ് നമ്മൾ ജീവിക്കണത്. ഈ കടലോരത്ത് ഇത്രയും ആൾക്കാർ കടലിൽ വീട് പോകത്തില്ലായിരുന്നു. ജനം പെരുകിയപ്പോൾ കയറി താമസിച്ചതാണ്. അത് തന്നെ മലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴേ ടി വിയിലൊക്കെ ഇരുന്നുകൊണ്ട് വലിയ ചർച്ച നടത്തുന്ന ആൾക്കാർ സമാധാനത്തിൽ കേരളത്തിൻ്റെ നടുക്ക് താമസിക്കുന്ന ആൾക്കാരാണ്, വലിയ കുഴപ്പമില്ലാതെ. അവരാണ് 2 കക്ഷികളെയും വിധിക്കണതിരുന്നുണ്ട്. നമ്മളാരെയും വിധിക്കണില്ല. പക്ഷേ കലാമിറ്റികൾ, പ്രകൃതി ദുരന്തങ്ങൾ ഈ ദേശവും മനുഷ്യരാശിയെയും വെടിഞ്ഞു പോകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രകൃതി ദുരന്തങ്ങളുടെ മേൽ, സമയ സന്ദർഭങ്ങളുടെ മേൽ വരാൻ പോകുന്ന മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് സംരക്ഷണം നൽകുന്ന അമ്മേ, പ്രകൃതി ദുരന്തത്തെ സമർപ്പിക്കുന്നു, അതിനിരയായവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം യൂട്യൂബിലെ ധ്യാനം കൂടി കൃപാസനത്തിൽ വന്ന് ധ്യാനം കൂടുന്ന പോലെ തന്നെ സൗഖ്യം പ്രാപിക്കുന്ന, ശക്തി പ്രാപിക്കുന്ന ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണം. നമുക്ക് 6 ധ്യാനമാണ് നമ്മളൊരു മാസം കൂടേണ്ടത്. അതിൽ 1 മാത്രം ഇവിടെ കൂടിയാൽ മതി. ബാക്കി 1 ഷാരോൺ ടി വിയിലും 1 ഗുഡ്നസ് ടി വിയിലും, അതിൻ്റെ ടൈമെല്ലാം പത്രത്തിലുണ്ട്. ബാക്കിയുള്ളത് യൂട്യൂബിലാണ് നിങ്ങൾ കൂടേണ്ടത്. ശുശ്രൂഷകൾ 1, 2, 3, 4 തിങ്കളാഴ്ച, 1, 2, 3, 4 ചൊവ്വാഴ്ചയാണ്. പിന്നെ 2ാം ശനിയാഴ്ചയുമാണ് ഉടമ്പടി ദിവ്യകാരുണ്യ ആരാധനയും ഉപവാസ ധ്യാനവും ഉടമ്പടി ചെയ്തവർക്ക് വേണ്ടിയുള്ള. ആ ധ്യാനത്തിൽ ആർക്കും പങ്കെടുക്കാം. അതുപോലെ തന്നെ ഉടമ്പടി ചെയ്യാൻ പറ്റാത്തവർക്കും കമ്പ്യൂട്ടറിൽ പെർ റിക്വസ്റ്റ് ഇടാവുന്നതാണ്. നേർച്ച വസ്തുക്കൾ, ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായി സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് വളരെ മിനിമമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ച് തീർക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഉടമ്പടി തൈലത്തിന് 1 തുള്ളി ഉണ്ടെങ്കിൽ അതിൽ 1/4 ഭാഗം മതി വിശ്വാസപ്രമാണം ചൊല്ലി അപ്ലൈ ചെയ്യാൻ വേണ്ടി. അല്ലാതെ കിട്ടിയെന്ന് പറഞ്ഞത് മൊത്തം ഉപയോഗിച്ചിട്ട് പിന്നെയും അങ്ങനെ വിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കണില്ല. അത് ദൈവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തന്നൊരു നിധിയാണത്. അതാണ് ഉടമ്പടി തൈലം കൊണ്ടും ചില കാര്യങ്ങളൊക്കെ സോറിയാസിസൊക്കെ വരുമ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും കൂടി ചേർത്താണ് ആൾക്കാർ പെരുട്ടുന്നത്, സൗഖ്യം പറയാം. പക്ഷേ എന്ത് ചെയ്താലും മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി ചെയ്തിരിക്കണം. അതാണ് അതിൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ബൈബിൾ പ്രിൻസിപ്പിൾ എന്ന് പറയണത്. ഉടമ്പടി എല്ലാ ദിവസവും 31 ദിവസം ഉണ്ടെങ്കിൽ 31 ദിവസം ഉടമ്പടി ഉണ്ടായിരിക്കുന്നതാണ്. എന്താ അങ്ങനെ വരണമെന്നറിയാവോ? അതായത് ഇപ്പോൾ ഇന്നലെയൊക്കെ കോഴിക്കോട് നിന്ന് ഇവിടെ ആൾക്കാർ വന്ന് താമസിക്കുക. ആ ലോഡ്ജ് മുഴുവൻ ആളാണ് നിറച്ച്. ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും വന്ന ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി താമസിക്കുക. ഇപ്പോഴേ നമ്മുടെ ഇടവകപ്പള്ളി, കൊച്ചുപള്ളി ഞാൻ ബ്രദർ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കൊച്ചും വരുന്നൊന്നും മനസ്സിലാകത്തില്ല. ഇടവകപ്പള്ളിക്കാണ് ഈ പറയണത്. ഇടവകപ്പള്ളിയിൽ വികാരിച്ചൻ ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ ഓരോരുത്തരുമില്ലാത്ത കുളിക്കാനുള്ള സ്ഥലം, ഫ്രഷ് ആകാനുള്ള സ്ഥലം ഇട്ടുണ്ട്. അപ്പോൾ അവിടെ വണ്ടി ഇടുന്നവർ
അപ്പോൾ ഒരു ചെറിയ ഫീസ് അവിടെ ഉണ്ടാകും. കാര്യം പള്ളി നടന്നു പോകാൻ, പള്ളിയുടെ കാര്യം നടത്താൻ വേണ്ടി. കാര്യം ഇപ്പം തന്നെ എൻ്റെ 10-60,000 രൂപ പള്ളി മുടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ വണ്ടി ഇടുന്നവർ ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. പക്ഷേ ഈ രാത്രി വരുന്ന ആൾക്കാർ നേരത്തെ ഓഫീസിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പള്ളിയിൽ ബുക്ക് ചെയ്യാം. അവിടെ ഒരു പഴയ പള്ളിയുണ്ട് അവിടെ, അത് ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യാമെന്നാണ് അച്ഛൻ പറയണത്. അപ്പോൾ വളരെ ചുരുങ്ങിയ 10-50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി താമസിക്കാൻ പറ്റുന്ന ക്രമീകരണങ്ങൾ, ബാത്റൂം ഉൾപ്പെടെ അവിടെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. ശരിക്കും വലിയ ആശ്വാസമാണ് ശരിക്കും, ഫ്രഷാകാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങൾ അവിടുത്തെ നമ്പർ തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ നമ്പർ തരാം, അല്ലെങ്കിൽ നിങ്ങൾ വരികയാണ്. കാര്യം നിങ്ങൾ 8 മണി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം നാളത്തെ പ്രാർത്ഥനയ്ക്ക് ട്രെയിൻ എടുത്ത് വരണവരല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ 8 മണിക്ക് മുമ്പ് വന്നാൽ നമുക്ക് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മഠത്തിലെ സിസ്റ്റേഴ്സിൻ്റെ പണ്ട് മുതലേ നമുക്ക് തരുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയും ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവിടെയും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ 2 സ്ഥാപനങ്ങൾ വരുമ്പോൾ 8 മണിക്ക് മുമ്പ് വരാൻ നോക്കണം, അല്ലെങ്കിൽ രണ്ടും ക്ലോസ് ആയി പോകും. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാ ദിവസവും ഉടമ്പടിയുണ്ട് കേട്ടോ. ഇന്നും ഉടമ്പടിയുണ്ട്. ഇപ്പോൾ അകലെയുള്ളവർക്കെല്ലാം ഇന്ന് ഉടമ്പടി ചെയ്തിട്ട് പോകാം. അല്ലെ പിന്നെ അവരതിനു വേണ്ടി വേറെ ദിവസം വരണം, അല്ലെങ്കിൽ രാത്രി താമസിക്കണം. പണ്ടൊക്കെ കുറച്ച് പാടായിരുന്നു. കാര്യം കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇന്ന് തന്നെ ഉടമ്പടി ചെയ്യാത്തവർക്ക് ഇന്ന് തന്നെ ഉടമ്പടി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഉള്ള കുഴപ്പം ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ള സൂചന എനിക്കുള്ളത്. അപ്പോൾ കൗൺസിലേഴ്സ് കൃത്യമായ കാര്യങ്ങൾ ഇന്ന് ഉടമ്പടി ചെയ്തവർ പറയണം. അവർ പറയണത് നിങ്ങൾ തെറ്റിക്കുകയും ചെയ്യരുത്. കാര്യം ഉടമ്പടി അതിൻ്റെ ചെയ്വനയിലാണ് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഇരിക്കണത്. നേർച്ച വസ്തു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം ചെയ്യട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, fire fingers, soak with the precious and with the authority of the Catholic Church, with the power of Jesus, with the merit of some Holy Priesthood, I bless and follow these relics. Those used to have grace and peace and power. ശരീരത്തിൻ്റെ അർപ്പണത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ ജീവിത മേഖലകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഈശോ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കാതെ, ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്താതെ പോകരുതേ. മാരകമായ രോഗങ്ങൾ കർത്താവെ സൗഖ്യപ്പെടുത്തുമെന്ന് പറയുന്നു. ജീവിത വിധകൾ, ദുരിതങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടഭാരങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ, കർത്താവെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യ